ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? പറഞ്ഞു തരാം. അതോടൊപ്പം തന്നെ ഇന്നലെ പാതിരാത്രിയിൽ 2 ചീറ്റ പുലികൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ. കുറേ ആളുകൾ വാണം വിട്ടതുപോലെ ഓട്ടമായിരുന്നു അതിനകത്ത് കിടന്ന്. റെന ഫാത്തിമയൊക്കെ ഓടിയത് കക്കൂസിലേക്കാണ്. പിന്നെ കക്കൂസ് റെന ഫാത്തിമയുടെ ഒരു ഇഷ്ടപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ ഓടി പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പുലിയുടെ കയ്യിൽ നിന്ന് മാന്തും കടിയൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് റെന ഫാത്തിമയെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഓടി കയറി കക്കൂസിനകത്ത് എന്തായാലും. അപ്പോൾ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. പാതിരാത്രിയിൽ പുലി ഇറങ്ങിയതിനെ പറ്റി ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് രാവിലെ അനുമോള് നമ്മുടെ മറ്റേ ഊഞ്ഞാലിലിരിക്കുന്നു, അബിക്കുട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ ആരായിരുന്നു ഷാനവാസിക്ക, ഉനിയില്, ഇവർ 3 പേരും അനുവിൻ്റെ അടുക്ക് വന്ന് നല്ല രീതിയിൽ പവർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പവർ കൊടുക്കുക ഇൻ ദ സെൻസ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മറ്റേ ഗ്യാങ് ഉണ്ടല്ലോ, ഗ്യാങ്ങിനിട്ടുള്ള എങ്ങനെ അടിക്കണം, നമ്മൾ ഒന്നിച്ചു നിന്ന് അടിക്കണം, ആ രീതിയിലുള്ള കുറച്ച് വർത്തമാനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. കൂട്ടത്തിൽ അനീഷേട്ടനെ പറ്റി നമ്മുടെ അനുമോളൊന്ന് പൊക്കി പറയുന്നുണ്ട്. അറിയാലോ, ഷാനവാസിക്കയ്ക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല, ആർക്കും പിടിക്കത്തില്ല, അബിക്കും ഒന്നും പിടിക്കത്തില്ല. കാരണം അവർക്കൊക്കെ അവിടെ ഒരു ഗെയിമുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഒരാളെ പൊക്കി അങ്ങ് തലേ വെക്കാനൊന്നും അവർ നിൽക്കത്തില്ല, പ്രത്യേകിച്ച് അബി ഷാനവാസൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മുടെ അബിയും ഷാനവാസും ഒക്കെ പറയുന്നുണ്ട് പാവമൊന്നുമല്ല അവൻ. അനുമോൾ പറയുന്നുണ്ട് പാവമാണ്, നല്ല മനസ്സിനുടമയാണ്, മനസ്സിനകത്ത് ഇത്തിരി ശുദ്ധിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അനുമോളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ആ ജയിലിനകത്ത് കിടന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അനുമോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഉള്ള പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡിനോട് അനുമോൾ യോജിക്കുന്നത് ഇല്ല. അതായത് ചില സമയത്ത് എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടാതിരിക്കുക, അങ്ങനത്തെ പരിപാടി യോജിക്കുന്നില്ല. പക്ഷെ നല്ലൊരു മനസ്സുണ്ട് എന്നുള്ള കാര്യമൊക്കെ അനുമോൾ പറയുമ്പോഴത്തേക്ക് ഷാനവാസ് പറയുന്നു, അല്ല അബി പറയുന്നു അത്ര പാവമൊന്നുമല്ല പുള്ളി, അത്ര പാവമൊന്നുമല്ല, പക്ഷെ പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ളൊരു ഗെയിം പുള്ളിക്ക് അതിനകത്തുണ്ട്. അല്ല അത് വേണമല്ലോ, അതിനാണല്ലോ അതിനകത്തോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ അബിയോ ഷാനവാസോ എന്തോ പറയുന്നുണ്ട്, അവൻ തക്കം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചത്തും കയറും. അല്ല അങ്ങനെ വേണമല്ലോ, അതാണല്ലോ ഗെയിം. അല്ലാതെ ഒരാളെ പിടിച്ച് കൂടെ നിർത്തിയിട്ട് മോനെ അവസാനം വരെ നീയാണ് എൻ്റെ സുഹൃത്ത്, നിന്നെ ഞാൻ ഒന്നും പറയത്തില്ല, എല്ലാത്തിനകത്തൊന്നും പ്രൊട്ടക്റ്റ് ചെയ്തോളാം എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഗെയിം ആയിരിക്കത്തില്ല. അതൊരിക്കലും നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തത്തില്ല. ഫ്രണ്ട്ഷിപ്പൊക്കെ ഓക്കെ, പക്ഷേ ഗെയിം കളിക്കേണ്ട സമയത്ത് ഗെയിം കളിക്കുക തന്നെ വേണം. അത് അനീഷ് അവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും പുള്ളി അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഗെയിമർ തന്നെയാണ്, അല്ലേ? നിങ്ങൾ പറ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവർക്കും അനീഷിൻ്റെ ആ ഒരു തുടക്കത്തിൽ വന്ന സമയത്ത് അനീഷിൻ്റെ ചൊറിച്ചിൽ, അത് വന്ന് കയറുമ്പോഴേ ഉള്ള ആ ഒരു സ്ട്രാറ്റജി, അതിനോട് നമുക്ക് പലർക്കും ഒരു വിയോജിപ്പ് ഉണ്ടായിരുന്നെങ്കിലും മുന്നോട്ട് വരുംതോറും പുള്ളിയുടെ ഗെയിമാണ് ശരിക്കുള്ള ഗെയിമായിട്ട് അവിടെ മാറുന്നത്. ലാലേട്ടന് പോലും ഇഷ്ടപ്പെടുന്നുണ്ട്. അതാണ് പല കാര്യങ്ങളും ലാലേട്ടൻ അനീഷിനോട് തന്നെ ചോദിക്കുന്നത്. അനീഷ് പറയും. ആ ചോദ്യത്തിനൊക്കെ അനീഷ് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ആളുകളെ പോലല്ല. ആര്യനോടൊക്കെ ചക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യൻ മാങ്ങാന്ന് പറയും. മനസ്സിലായില്ലേ? ആ ഒരു പരിപാടിയാണ് ആര്യനൊക്കെ. രാവിലെ അവൻ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണോ അവൻ വിളിച്ചു പോകുന്നതെന്നും പറയുന്നതെന്നും അവൻ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആര്യൻ്റെ കാര്യത്തിൽ. ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ തന്നെ അവൻ്റെ കിളി അത്യാവശ്യം നന്നായിട്ട് പോയിരിക്കുകയാണ്. എന്തോ ആ ചെറുക്കിന് പറ്റിയിട്ടുണ്ട്. നമുക്ക് അറിയാലോ, ഭയങ്കര ഹെവി ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ വന്ന് കിടക്കുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം കഴിയുമ്പം കയ്യിൽ നിന്ന് പോകും. ആ ഒരു അവസ്ഥ ആയിരിക്കാം അവന്. പക്ഷെ അവൻ അതിനകത്തൊന്ന് പിക്കപ്പ് ചെയ്ത് എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. ഇന്നലെ രാത്രി തന്നെ ഒരു കാര്യമില്ല ഇന്നലെ ഷൂ വലിച്ചെറിയുന്ന കേട്ടു. അനുമോളുമായിട്ട് മറ്റേ ഷൂ വെക്കുന്നതിൻ്റെ പേരിലുള്ള തർക്കമാണ്. അതിന് ഷൂ ഒക്കെ വലിച്ചെറിയുക. അത് കൂടാതെ അവൻ ഇന്നലെ പറഞ്ഞൊരു ഡയലോഗുണ്ട്. ബിഗ് ബോസിന്റെ ക്യാമറയിൽ വന്ന് ബിഗ് ബോസിനോട് പറയുകയാണ്, അനുമോൾ എന്നെ ചവിട്ടി, അവക്കെതിരെ നിയമ നടപടി എടുക്കണം, അവളെ പുറത്താക്കണം എന്നുള്ള കാര്യമൊക്കെ ആരും പറയുന്നത് കേട്ടു. സത്യം പറഞ്ഞാൽ അനുമോൾ ചവിട്ടിയിട്ടില്ല. ഉള്ള കാര്യം പറയാലോ, ലൈവ് കണ്ടവർക്കറിയാം അനുമോൾ ചവിട്ടിയിട്ടില്ല. അനുമോൾ ഇവന്റെ ദേഹത്ത് ചവിട്ടാതിരിക്കാൻ വേണ്ടി മാക്സിമം മാറിപ്പോകുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിലായില്ലേ? എന്നിട്ടും അവൻ പറയുന്നു അനുമോൾ ചവിട്ടി. അതിൻ്റെ പേരും പറഞ്ഞ് വലിയ പുല്ലാപ്പ് ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കുന്നു. അനുമോൾ ഒറ്റയ്ക്കൊക്കെ പോയി മാറിയിരുന്ന് കരയുമ്പോഴത്തേക്ക് അനുമോൾ ആദിലെ 100 എടുക്കലൊക്കെ പറയുന്നുണ്ട്, ഞാൻ ചവിട്ടിയിട്ടില്ല, അവനാണ് എന്നെ ചവിട്ടിയത്, ഞാൻ ആ സൈഡിൽ കൂടെ പോയപ്പോഴത്തേക്കും കണ്ട്. അതിപ്പോഴല്ല, ഈ ഒരു പ്രശ്നം ആര്യനെ ചവിട്ടി എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് അതുവഴി പോയപ്പോഴത്തേക്ക് ആര്യൻ്റെ ദേഹത്തെങ്ങാണ്ട് എന്തോ കൊണ്ടു, ബാഗോ കാലോ എന്തോ കൊണ്ടപ്പോഴത്തേക്ക് അവൻ എന്നെ ചവിട്ടി എന്ന് അനുമോൾ പറയുന്നുണ്ട്. അതിനുശേഷം അപ്പോൾ വലിയ വർത്തമാനമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം പിന്നെ അനുമോൾ അതുവഴി പോയപ്പോൾ അവനെ ചവിട്ടി എന്നും പറഞ്ഞ് അവൻ കിടന്ന് ഒച്ച വെക്കാൻ അങ്ങോട്ട് തുടങ്ങി. ഒന്നെങ്കിൽ അവൻ്റെ ഗെയിം, കാരണം അനുമോളെ അവൻ ചവിട്ടിയത് പ്രശ്നമാകാതിരിക്കാൻ വേണ്ടി അവൻ നേരെ പ്ലേറ്റ് അങ്ങ് തിരിച്ചു. അനുമോൾ എന്നെ ചവിട്ടി എന്നും പറഞ്ഞ് ഒച്ചയും ബഹളം ഉണ്ടാക്കി. പിന്നെ അവനെ താങ്ങാനായിട്ട് കുറേ പേരുണ്ട്, അവരവനെ താങ്ങിക്കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഇനി അടുത്ത വീക്കെൻഡ് എപ്പിസോഡിലും അല്ല അത് ചോദിച്ചാൽ അല്ലെങ്കിൽ അത് കാണിച്ചാൽ ആര്യന് പണി കിട്ടും. അത് ഉറപ്പ്. ആര്യനും ഇപ്പം സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ പോകേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലാണെങ്കിലും അവൻ്റെ ഗെയിം ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. അവന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവൻ ഈ കാണിക്കുന്ന പരിപാടികൾ എടുത്തു വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുറത്തു പോകാൻ അവനാണ് ഏറ്റവും കൂടുതൽ അർഹൻ എന്നേ ഞാൻ പറയത്തുള്ളൂ.
മനസ്സിലായില്ലേ? ബാക്കി ആരെക്കാട്ടിലും അതുപോലുള്ള പരിപാടികളാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നവൻ. കംപ്ലീറ്റ്ലി മൈൻഡ് ലോസ്റ്റ് ആയ ഒരാൾ ഇത്രയും പേരിടയ്ക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ അനുമോളെ ഇന്ന് ചവിട്ടുന്നവൻ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ ചവിട്ടുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നവൻ നാളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒഴുത്തിന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചിനെ ഉപദ്രവിക്കത്തില്ല എന്ന് ആര് കണ്ടു? ഇത് എൻ്റെ ഒരു സംശയം ഇപ്പോൾ. കാരണം അത്രയ്ക്കും മൈൻഡ് ലോസ്റ്റ് ആയ ഒരാളെ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും ആര്യനെ ഇങ്ങനെയുള്ള പരിപാടികളാണ് രാത്രിയിൽ നടന്നത്. അതിൻ്റെ ഇടയ്ക്ക് റന ഫാത്തിമയൊക്കെ ഓടിച്ചിട്ട് കടിക്കുന്ന 2 പുലിക്കുട്ടികൾ, അതിനകത്തെ മെയിൻ നൂറക്കുട്ടി. ആദിലെ എടുക്കുക എല്ലാവരും കൂടി അങ്ങനെ പെട്ടെന്നൊന്നും കയറി ചൊറിയാൻ വരത്തില്ല. കാരണം ആദില കറക്റ്റായിട്ട് സാധനം കൊടുക്കും. ആദിലെ നമ്മളങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇന്നലെ രാത്രിയിൽ നൂറെ ഞാൻ കണ്ടു. നൂറ നിന്നടിക്കുകയാണ്, നിന്ന് കൊടുക്കുകയാണ്. ഒരെണ്ണത്തിനെ വെറുതെ വിടുന്നില്ല, ചൊറിയാൻ വരുന്ന എല്ലാത്തിനും ഇട്ട്. അതുപോലെ തന്നെ ഒരു ഡയലോഗ് ഈ ആര്യനും ഒക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നെവിൻ അല്ല, എനിക്ക് തോന്നുന്നു ജിസൈൽ എനിക്ക് തോന്നുന്നു റെനയും അതുപോലെ തന്നെ നമ്മുടെ ജിസയിലും അവർ മസാജ് എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതിനെ വേറെ രീതിയിലാണ് ഇവർ കൺവേർട്ട് ചെയ്യുന്നത്. അവളുമാർ 2 പേര് ഇങ്ങനത്തെ 2 പെൺകുട്ടികളാണല്ലോ, അപ്പോൾ ഒരു പെണ്ണൊരു മറ്റൊരു പെണ്ണിനെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ അവരുടെ കണ്ണിൽ അത് വേറെയാണ്. പക്ഷേ അപ്പം നമ്മൾ അങ്ങനൊന്നും അല്ല, നമ്മളൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷന് മസാജ് ചെയ്ത് കൊടുക്കുന്നു, അതിനകത്ത് എന്താണ് തെറ്റ്? ഇത് കാണുമ്പോൾ ഇത്രയും കടിയുള്ളവർ അവർ നാളെ ഒരു പെണ്ണ് ഒരാണിന് ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വലിയ പ്രശ്നമാക്കത്തില്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരുടെ ജെൻഡർ യൂസ് ചെയ്തിട്ട് ഒരു പരിപാടി. ഇപ്പോൾ ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ അവിടെ, അപ്പാനി, അക്ബർ റൂട്ടൻ, പട്ടുകാരൻ അക്ബർ റൂട്ടൻ, ജിസേലൂട്ടി, റെനമോൾ, നെവിൻ, ഇവർ ഈ ഒരു പരിപാടി എടുക്കുന്നുണ്ട്. ഇത് അവരുടെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം, മനസ്സിലായില്ലേ? ആര്യനത് സ്ട്രാറ്റജിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അവന് പ്രത്യേകിച്ച് ഒരു സ്ട്രാറ്റജി ഇല്ല. പട്ടം പൊട്ടിയ ഒരുത്തൻ, മറ്റേ കയർ വിട്ട് പൊട്ടിപ്പോയ പട്ടമോ ആ ഒരു ഐറ്റമാണ് അവൻ, മനസ്സിലായില്ലേ? നൂല് പൊട്ടിയ പട്ടം, അതാണ് അവൻ. പക്ഷെ ബാക്കിയുള്ളവർ ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്താൽ അത് വേറൊരു ഗെയിമിന് അവിടെ ചാൻസ് ഉണ്ട്. ഒരു ജെൻഡറും പിന്നെ ഇവരെ വേറെ രീതിയിലേക്ക് മോശക്കാരാക്കി പോർട്രേറ്റ് ചെയ്യുന്ന ഒരു സാധനം വരും. പക്ഷേ എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിനെ അടിച്ചു നിൽക്കാനായിട്ട് നൂറയ്ക്കും അറിയാം, ആദിലയ്ക്കും അറിയാം. ബിഗ് ബോസ് നല്ല ഞാൻ വിചാരിച്ചു മിണ്ടാപ്പൂച്ചകളായിരിക്കും, വലിയ ഒച്ചയും വെള്ളവും. പിന്നെ ആദിലയാണ് നമുക്ക് തോന്നിയത് ഇത്രയെങ്കിലും ഒരു ഫയറായിട്ട്. പക്ഷേ അല്ല, നൂറയും ചുമ്മാതൊന്നും അല്ല ഇതിനകത്ത് കയറി വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ എടുത്തു വെച്ച് വറക്കുന്നുണ്ട്. അനുമോളുടെ അടുക്ക ചെല്ലാം ചൊറിഞ്ഞുകൊണ്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അനുമോൾ കരയും. ആ കുട്ടി അങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ കരയും. അതുകൊണ്ട് തന്നെ അവളെ പോയി ചൊറിയാന്നുള്ളൊരു മൂഡിൽ ഇത്രയും ദിവസം അവന്മാർ കളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ പരിപാടി ആദിലെ നൂറ എടുക്കാൻ നടക്കുന്നില്ല. നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. റന ഫാത്തിമയുടെയൊക്കെ അങ്ങോട്ട് അടഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ തുറക്കുന്നില്ല. ആ ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ രാത്രിയിൽ. ഇന്ന് രാവിലെ ഇപ്പം എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ബാക്കി പോയി ലൈവ് കാണട്ടെ, എന്നിട്ട് അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.